ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ചാറ്റ് ജി പി ടി എന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു AI ടൂളാണ്. ഇത് ആക്ച്വലി നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിനോട് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതുപോലെ തന്നെ ഏതൊരു വർക്ക് നിങ്ങൾ ഈ ഒരു ചാറ്റ് ജി പി ടിയോട് ചെയ്യാൻ പറഞ്ഞാലും അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അതെന്ത് ചെയ്യും, ആൻസർ ചെയ്ത് തരും. സോ അങ്ങനെ ഒരു എബിലിറ്റി ഒരു എ ഐക്ക് ഉണ്ട്. നമ്മൾ മെയിൻലി എ ഐ എന്നുള്ളത് പറയുന്നത് ഈ ഹ്യൂമൻ ബ്രെയിൻ മിമിക് ചെയ്യുന്നതിനാണല്ലോ. സോ ആ ഹ്യൂമൻ ബ്രെയിൻ പോലെ തിങ്ക് ചെയ്ത് റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ് ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് ഗൂഗിൾ വഴി ഓരോ വെബ്സൈറ്റിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ചാറ്റ് ജി പി ടിനോട് ജസ്റ്റ് ചോദിച്ചാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ തരും. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. നമ്മൾ എങ്ങനെ നമുക്ക് ഈ ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് പൈത്തൺ ലേൺ ചെയ്യാന്നുള്ളതാണ്. അതൊരു വലിയൊരു മാറ്റർ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ജേർണിയിൽ കുറെ എറേഴ്സും അതേപോലെ തന്നെ കുറെ ഡൗട്ട്സും വരും. സോ എല്ലാ സമയവും ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാന്ന് വെച്ചാല് അതുപോലെ തന്നെ റെസ്പോണ്ട് ഒക്കെ ഡിലേ ആയിട്ട് വരും. ആ ഒരു സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഓരോ വെബ്സൈറ്റിൽ കയറി ഇറങ്ങേണ്ടി വരും. ഏറ്റവും ഏതാണ് ശരിക്കുള്ള സൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ അവർ വേറെ ലാംഗ്വേജിലായിരിക്കാം, ചിലപ്പോൾ വേറെ നല്ല ഹൈ ഇംഗ്ലീഷ് ലെവലിലായിരിക്കാം സംസാരിക്കുന്നത്. പക്ഷേ കമ്പയർ ടു ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെവലിലും നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബിഗിനർ ആണെങ്കിൽ ആ ബിഗിനർ രീതിയിൽ എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഇംഗ്ലീഷ് ലോ ലെവൽ ഇംഗ്ലീഷ് നിങ്ങൾ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവ് ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക. ഇത് ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ തന്നതാണ്. സോ നിങ്ങൾ ജേർണിയിൽ മസ്റ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുക. കാരണം ഈ ഒരു എ ഐ ഭൂമി ടൈമിൽ ഈ ഒരു ഇതേപോലെ എ ഐ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഈവൻ നിങ്ങൾ ജോബിൽ കയറിയാൽ പോലും നിങ്ങളെ കുറെ വർക്ക് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ഈ ചാറ്റ് ജി പി ടി എന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു എ ഐ ടൂളാണ്. ഇത് ആക്ച്വലി നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിനോട് ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതുപോലെ തന്നെ ഏതൊരു വർക്ക് നിങ്ങൾ ഈ ഒരു ചാറ്റ് ജി പി ടിയോട് ചെയ്യാൻ പറഞ്ഞാലും അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് അതെന്ത് ചെയ്യും, ആൻസർ ചെയ്ത് തരും. സോ അങ്ങനെ ഒരു എബിലിറ്റി ഒരു എ ഐക്ക് ഉണ്ട്. നമ്മൾ മെയിൻലി എ ഐ എന്നുള്ളത് പറയുന്നത് ഈ ഹ്യൂമൻ ബ്രെയിൻ മിമിക് ചെയ്യുന്നതിനാണല്ലോ. സോ ആ ഹ്യൂമൻ ബ്രെയിൻ പോലെ തിങ്ക് ചെയ്ത് റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവ് ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. നമുക്ക് ഗൂഗിൾ വഴി ഓരോ വെബ്സൈറ്റിൽ കയറി ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ചാറ്റ് ജി പി ടിനോട് ജസ്റ്റ് ചോദിച്ചാൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ തരും. ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. നമ്മൾ എങ്ങനെ നമുക്ക് ഈ ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് പൈത്തൺ ലേൺ ചെയ്യാന്നുള്ളതാണ്. അതൊരു വലിയൊരു മാറ്റർ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ജേർണിയിൽ കുറെ എറേഴ്സും അതേപോലെ തന്നെ കുറെ ഡൗട്ട്സും വരും. സോ എല്ലാ സമയവും ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാന്ന് വെച്ചാൽ അതുപോലെ തന്നെ റെസ്പോണ്ട് ഒക്കെ ഡിലേ ആയിട്ട് വരും. ആ ഒരു സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഓരോ വെബ്സൈറ്റിൽ കയറി ഇറങ്ങേണ്ടി വരും. ഏറ്റവും ഏതാണ് ശരിക്കുള്ള സൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ അവർ വേറെ ലാംഗ്വേജിലായിരിക്കാം, ചിലപ്പോൾ വേറെ നല്ല ഹൈ ഇംഗ്ലീഷ് ലെവലിലായിരിക്കാം സംസാരിക്കുന്നത്. പക്ഷേ കമ്പയർ ടു ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലെവലിലും നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബിഗിനർ ആണെങ്കിൽ ആ ബിഗിനർ രീതിയിൽ എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ഇംഗ്ലീഷ് ലോ ലെവൽ ഇംഗ്ലീഷ് നിങ്ങൾ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവ് ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുക. ഇത് ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ തന്നതാണ്. സോ നിങ്ങൾ ജേർണിയിൽ മസ്റ്റ് ആയിട്ട് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുക. കാരണം ഈ ഒരു എ ഐ ഭൂമി ടൈമിൽ ഈ ഒരു ഇതേപോലെ എ ഐ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഈവൻ നിങ്ങൾ ജോബിൽ കയറിയാൽ പോലും നിങ്ങളെ കുറെ വർക്ക് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് സ്കോപ്പും നമ്മൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ചാറ്റ് ജി പി ടിയിലേക്ക് എൻ്റർ ആണെന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളൊരു ബ്രൗസർ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യുക. അതിനുശേഷം അവിടെ ചാറ്റ് ജി പി ടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറ്റ് ജി പി ടി എന്നുള്ളത്. ഇവിടെ ആക്ച്വലി തേർഡിലാണ് വരുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
ഓക്കെ, ഇതാണ് ആക്ച്വലി ചാറ്റ് ജി പി ടി ഇന്റർഫേസ്. മേ ബി ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഹിസ്റ്ററി കാണാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ ഹിസ്റ്ററി കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്താക്കാൻ പറ്റും, ഇത് കണ്ടോ, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ അതിന്റെ റെസ്പോൺസും പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഞാൻ ഈ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒരു ലേൺ ചെയ്തതാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റും ഒരാൾക്ക് ഷെയർ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, ഇത്രയാണ് ചാറ്റ് ജി പി ടിന്റെ ഒരു എന്താ പറയാ ഒരു ഇന്റർഫേസ് ആണ്. അതേപോലെ എനിക്ക് ന്യൂ ചാറ്റ് ഓപ്ഷൻ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ചാറ്റിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ ഒരു മെനു, ഈ ഒരു ക്ലോസ് സൈഡ് ബാർ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാറ്റ് ജി പി ടി ചോദിക്കാം എങ്ങനെയാണ് നമ്മൾ എന്താണ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് നമ്മളിത് ചോദിക്കുന്നത് എന്താ വെച്ചാല്, വാട്ട് ഈസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ പൈത്തൺ വിത്ത് ആൻ എക്സാമ്പിൾ. ഇതിന് എക്സാമ്പിൾ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കി എങ്ങനെ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൺ ബൈ റീഡ് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ആ ഒരു ടേമിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. ഓക്കെ, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ചില ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിനെ റെഫർ ചെയ്യുന്നതാണ് ഒരു ബ്ലോക്ക് എന്നുള്ളത്, അഥവാ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് ടുഗദർ, അത് ഒന്നിച്ചായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതിനെ കോൾ ചെയ്തെങ്കിൽ ആ ഒരു സമയത്ത് അത് ഒന്നിച്ചായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ബ്ലോക്സ് ആർ യൂസ്ഡ് ടു വേരിയസ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ലൂപ്സ്. ഈ ബ്ലോക്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് കുറെ സ്ട്രക്ചറിലുണ്ട്. അത് മെയിൻലി എന്താണ്, ലൂപ്സിലും കണ്ടീഷനിലും ഫംഗ്ഷൻ ഡെഫിനിഷനിലും അതേപോലെ തന്നെ ക്ലാസ് കാര്യങ്ങൾ യൂസ് ചെയ്യും. അത് ആക്ച്വലി ഈ നമ്മൾ ഇത് ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ആ ഒരു ബ്ലോക്കിലേക്ക് അതിനെ ഒരു ലൈൻ ഓഫ് കോഡിനെ ഒരു ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ വെച്ചായിരിക്കും അതിന്റെ ലെവൽ മനസ്സിലാക്കട്ടോ, ഏത് ബ്ലോക്കിലാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ഈച്ച് ലൈൻ ഓഫ് ബ്ലോക്ക് മസ്റ്റ് ബി ഇന്റൻഡഡ് ബൈ ദ സെയിം. വെച്ചാൽ ആ ഒരു ഇപ്പൊ ഒരു ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ ഇത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിൽ ആ ഒരു ബ്ലോക്കിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും സെയിം ഇന്റർനാഷണലിലായിരിക്കണം. ഓക്കെ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഏതൊക്കെ ഇതേപോലെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ലൂപ്സ് കണ്ടീഷൻസ് ഒക്കെ ഏതൊക്കെയാന്ന് നോക്കാം. നമ്മളോട് പഠിച്ചതാണ്. ഓക്കെ, ഇതാണ് ഈഫ് കണ്ടീഷൻ. ഫസ്റ്റ് ആണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ഈഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതെന്താണ് ഒരു ബ്ലോക്ക് ആണ്. ഇതെന്താണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നിച്ചായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സെയിം ഇന്റർനേഷൻ തന്നെ എല്ലാത്തിനും ഇടണം. എന്നാൽ മാത്രം ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ഇട്ടില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടില്ല എങ്കിൽ എന്തായിരിക്കും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഔട്ടർ പുറത്തേക്ക്, ഐ മീൻ ഈ ഒരു ബ്ലോക്കിൽ ഈ ഇഫ് കണ്ടീഷന്റെ ബ്ലോക്കിൽ അത് ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ, ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വണ്ണേ വർക്ക് ചെയ്യും. അപ്പം സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വണ്ണിന് സെയിം ഇന്റൻഷൻ ഇവിടെ ഇടണം. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ എൽസ് എൽഇഫും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഫോർ ലൂപ്പ് സെയിം തന്നെയാണ്. ഈ ഒരു ഇന്റൻഷൻ ആണ് മെയിൻ, ഇതൊരു ബ്ലോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ വൈൽ ലൂപ്പ് സെയിം തന്നെയാണ്. അതേപോലെ തന്നെ ഫംഗ്ഷനും സെയിം തന്നെയാണ്. ഈ ഒരു ഇന്റൻഷനിലാണ് അതിനെ ഡിഫൈൻ ചെയ്തത് ഏത് ബ്ലോക്കിലാന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ക്ലാസ്, ഈ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയും. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാം അഥവാ ഊബ്സ് കൺസെപ്റ്റിൽ നമ്മൾ പറയും. ഓക്കെ, ക്ലാസ്സിലും സെയിം ഒരു ബ്ലോക്ക് വെച്ചാൽ ഇവിടെ എനിക്ക് ആക്ച്വലി കറക്റ്റ് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഈ ക്ലാസ് ഇതാണ്, ക്ലാസ് എന്തുണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും, ഫംഗ്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ എന്താണ്, ഈ ക്ലാസിന്റെ ബ്ലോക്കിലുള്ള ആൾക്കാരാണ് ആര്, ഇത് മൊത്തം. പക്ഷേ ഇത് മൊത്തം വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ ഇതൊക്കെ അതിനുള്ളിലാണ്. പക്ഷേ ഈ ഒരു ബ്ലോക്ക് ഉണ്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതിന്റെ അകത്തുള്ളതാണ്, ഈ ഫംഗ്ഷന്റെ അകത്തുള്ളതാണ്, അല്ലാണ്ട് ഇതിന്റെ അകത്തുള്ളതല്ല. ഇത് വേറെ സെപ്പറേറ്റ് ബ്ലോക്കിലാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അതാണ് ആക്ച്വലി എന്തുള്ളത്, ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചാൽ പിന്നെ ഇല്ലെന്ന് വെച്ചാല് ഇതേപോലെ തന്നെ ഈ ബ്ലോക്ക് വെച്ചാൽ ഇന്റർനെറ്റ് വെച്ച് നമ്മൾ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ഇതേപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫയൽ റീഡ് ചെയ്യാനൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ പിന്നീട് പറയും. ഓക്കെ, ഇത്രയാണ് ആക്ച്വലി എന്തുള്ളത്, ഈ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റിൽ ടേം കേൾക്കുമ്പോൾ മനസ്സിലാവണം ഇത് ഇന്നതാണെന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ടോപ്പിക് ഇതിൽ ആഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. What is local and global scope in Python? Yes. ഫസ്റ്റ് നമ്മൾ ലോക്കൽ സ്കോപ്പ് ഇവിടെ വിത്ത് എക്സാമ്പിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലോക്കൽ സ്കോപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം.
A variable created inside a function belongs to the local scope of that function. It can only be used within the within that function. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് പറഞ്ഞു, ഇഫ് കണ്ടീഷന്റെ ബ്ലോക്ക് ഉണ്ട്, അതായത് ഫംഗ്ഷന് ബ്ലോക്ക് ഉണ്ട് പറഞ്ഞു. നമ്മൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിന്റെ അകത്താണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ നമ്മളൊരു ഫംഗ്ഷന്റെ അകത്താണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയബിള് നമ്മൾക്ക് ആ ഒരു ബ്ലോക്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ, അതിന്റെ ഔട്ടർ ബ്ലോക്കിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഫംഗ്ഷനിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു വേരിയബിള് ആ ഒരു ഫംഗ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് എനിക്കത് ഔട്ടർ ബ്ലോക്കിൽ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കമ്പയർ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പൊ എനിക്ക് എന്തെന്ന് 16 എറർ വന്നു. ഇവിടെയാണ് എറർ വന്നത്. പ്രിന്റ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തത് എവിടെയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ബ്ലോക്കിന്റെ അകത്താണ്, അഥവാ ഒരു ഫംഗ്ഷന്റെ അകത്താണ്. ആ ഒരു വേരിയബിളിന് അത് ഏത് സ്കോപ്പിലുള്ളത്, ലോക്കൽ സ്കോപ്പിലാണ് ഉള്ളത്. സോ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഔട്ടർ ബ്ലോക്കിന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ എന്തുള്ളത് ലോക്കൽ സ്കോപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്ത ഗ്ലോബൽ സ്കോപ്പ്. A variable is created in the main body of the Python code is global variable and belongs to the global scope. Global variable accessible from any function in the program. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇപ്പം ഞാനിവിടെ എക്സിനെ ആക്സസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു എക്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വേരിയബിളിനെ മസ്റ്റ് ആയിട്ട് ഗ്ലോബലി ഡിഫൈൻ ചെയ്യണം. ഈ ഗ്ലോബലി ഡിഫൈൻ ചെയ്താൽ ഉപകാരം എന്ന് വെച്ചാൽ ആ ഒരു പൈത്തണിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഗ്ലോബലി ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ. എനി ബ്ലോക്കിലും എനി ഫംഗ്ഷനിലും എവിടെയും വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു വേരിയബിളിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഗ്ലോബലി നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പൈത്തണിൽ തന്നെ ജസ്റ്റ് ഏതൊരു ബ്ലോക്കിൽ എൻറ്റർ ചെയ്യാണ് പുറത്ത് നമ്മൾ പൊതുവെ ചെയ്യുന്നവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യുന്നു, വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ. ഇത് ആക്ച്വലി എന്തിനാ ഉള്ളത്, ഗ്ലോബലിലാണ് ഉള്ളത്. ഇനി കണ്ടോളി, ഗ്ലോബൽ. ഓക്കെ, ഇനി കണ്ടോളി. ഇനിയിപ്പോ ഞാൻ ഈ വൈനെ ഇവിടെ ആക്സസ് ചെയ്യുന്ന വിചാരിക്ക്, പ്രിന്റ് വൈ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എറർ വന്നത് ഇവിടുന്നാണ്, നമ്മൾ നേരത്തെ എക്സും മാറ്റിയില്ല, ഇവിടെ വൈ കൊടുക്കാം. ഇപ്പൊ എറർ ഇല്ല, ഇത് ശരിയാകാൻ വേണ്ടിട്ട് 12 കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കണ്ടോ എറർ എന്തായി, ഡിസപ്പിയർ ആയി. കാരണം വെച്ചാല് ഞാൻ ഇപ്പം ആക്ട് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യുന്ന എവിടുന്നാണ്, ഈ വൈനെയാണ്. ഈ വൈ ഏതാണ് ആക്ച്വലി ഒരു ഗ്ലോബലി ഡിഫൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ആ ഒരു ഗ്ലോബൽ വേരിയബിൾ എനിക്ക് എവിടുന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, വേറൊരു ബ്ലോക്ക് തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഈ ലോക്കൽ വേരിയബിളിന്റെയും ഗ്ലോബൽ വേരിയബിളിന്റെയും പ്രത്യേകത. ഇത്രയേ ഉള്ളൂ ആ ഒരു കാര്യം. അവർ ആ സൈഡിൽ തന്നെയാണ് ഈ ഒരു ChatGPT മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ChatGPT മെൻഷൻ ചെയ്ത ഒരു ഇതാണ് യൂസിങ് ഗ്ലോബൽ കീവേഡ്. ഇഫ് യു നീഡ് ടു മോഡിഫൈ ഗ്ലോബൽ വേരിയബിൾ ഇൻസൈഡ് എ ഫംഗ്ഷൻ യു നീഡ് ടു യൂസ് ഗ്ലോബൽ വേരിയബിൾ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു വേരിയബിൾ, അഥവാ ഞാനൊരു ബ്ലോക്കിന്റെ അകത്താണ് ഉള്ളത്, ആ ബ്ലോക്കിന്റെ അകത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലോബൽ വേരിയബിൾ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. അഥവാ എനിക്ക് ആ വേരിയബിൾ വെച്ചിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യാം, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ പറ്റും, ആ രീതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ആ ഒരു ഗ്ലോബൽ വേരിയബിളിനെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ഗ്ലോബൽ വേരിയബിളിനെ ഒരു ബ്ലോക്കിന്റെ അകത്ത് നിന്ന്, അഥവാ ഒരു ഫംഗ്ഷൻ അകത്ത് നിന്ന് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യണം, നമ്മൾ അവിടെ ഗ്ലോബൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഏതൊക്കെ ഗ്ലോബൽ വേരിയബിൾസ് ആണ് നിങ്ങൾ ഈ ഒരു ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്യുക അഥവാ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു കോഡ് ഉള്ളത്. നമ്മൾ ഈ എക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. മൈ ഫംഗ്ഷനിൽ ഞാനിപ്പം ഞാൻ ഈ ഒരു കോഡ് അങ്ങനെ കോപ്പി ചെയ്ത് നല്ല ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്തു. ഇവിടെ ആക്ച്വലി എന്താണ്, നമ്മൾ ഈ എക്സ് ക്രിയേറ്റ് ചെയ്ത് 10 എന്നുള്ളത് ഗ്ലോബലി, പിന്നെ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അവിടെ എനിക്ക് ഗ്ലോബൽ എക്സ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി ഈ ഒരു ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും, ഗ്ലോബൽ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത്, ഈ ഒരു അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യുമ്പോൾ ആ ഒരു വേരിയബിൾ നെയിം വെച്ച് മോഡിഫൈ ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആവേണ്ട എവിടുന്നാണ്, അത് ഗ്ലോബലി ചേഞ്ച് ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എക്സ് ഈക്വൽ ടു 20 എന്ന് കൊടുത്താൽ ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലോബൽ എക്സ്, ഇവിടെ ഗ്ലോബൽ എക്സ് എന്നുള്ളൊരു കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ എക്സ് ഈക്വൽ 20 എന്ന് കൊടുക്കുമ്പോൾ ഈ എക്സിന്റെ വാല്യൂ ചേഞ്ച് ആകും, അഥവാ ഗ്ലോബൽ വാല്യൂ ചേഞ്ച് ആകും. കാരണം വെച്ചാൽ എന്താണ്, നമ്മൾ ഈ ഒരു ഗ്ലോബൽ എക്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കീബോർഡ് വെച്ച് എന്ത് ചെയ്ത് ആക്സസ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്ലോബൽ വേരിയബിളിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്തു, ഇപ്പൊ 20 കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു ഗ്ലോബൽ എക്സ് റിമൂവ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ ഞാൻ പ്രിന്റ് എക്സ് കൊടുത്തു. അപ്പോൾ പ്രിന്റ് കൊടുക്കുമ്പോൾ കാണല്ലോ ഇതിന്റെ അകത്തൊരു എക്സ് വേറെയാണ്, അതെന്താണ് 20 ആണ്. പക്ഷെ ഔട്ടറിൽ എന്താണ് 10 ആണ്. കാരണം വെച്ചാല് ഇവിടെ പിന്നെ എന്താണ് ഈ ഒരു എക്സ് എന്താണ് ആക്ച്വലി അതിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ വേരിയബിൾ ആയിട്ട് അത് കൺസിഡർ ചെയ്യും, ഒരു പുതിയ വേരിയബിൾ ആയിട്ട്. അപ്പം അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് ഗ്ലോബലിലെ വേരിയബിൾ ആക്സെപ്റ്റ് ചെയ്യണം, അതുപോലെ അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്ലോബൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് എക്സ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഏതൊക്കെ വേരിയബിൾ ആണ്, ഇപ്പം കുറെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് മീൻ ചെയ്യുന്ന വെച്ചാൽ അത് ഓൾറെഡി എന്താവും ഈ ബ്ലോക്കിന്റെ അകത്ത് ഇനി എക്സ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ എക്സ് എപ്പോൾ എന്തായിരിക്കും ഗ്ലോബലി അത് കണക്ട് ചെയ്യും, ഗ്ലോബൽ വേരിയബിൾ കണക്ട് ചെയ്യും. അത് യൂസ് ചെയ്യുമ്പോഴും അതുപോലെ മോഡിഫൈ ചെയ്യുമ്പോൾ എന്തായും ആ ഗ്ലോബൽ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതാണ് എന്ത് പറഞ്ഞത്, ഈ ഗ്ലോബൽ ആൻഡ് ലോക്കൽ സ്കോപ്പ്, അതേപോലെ തന്നെ ഈ ഗ്ലോബൽ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെക്ചർ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ടാസ്ക് തരുവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ് ടൈം എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്. ആ ഡേറ്റ് ടൈം എന്ന മൊഡ്യൂള് പൈത്തണിൽ ഉള്ളതാണ്. അത് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതിന്റെ യൂസ് കേസ് എന്താണ്, അതിന്റെ പേർപ്പസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചാറ്റ് ജിപിടിയോട് നോർമൽ ഇംഗ്ലീഷിൽ ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലായാൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോന്റെ കമന്റ് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് മെൻഷൻ ചെയ്യുക എന്താണ് ഡേറ്റ് ടൈം എന്നുള്ളത്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പറ്റുന്നില്ല എങ്കിൽ, അഥവാ ഇംഗ്ലീഷിന്റെ ഒരു ഇഷ്യൂ, ഇംഗ്ലീഷ് പ്രോപ്പർ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും സിമ്പിൾ ലാംഗ്വേജ് അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അഥവാ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ടോപ്പിക് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ടീച്ച് മീ ആസ് എ ചൈൽഡ്. അപ്പൊ ആ രീതിയിലൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും, അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, മസ്റ്റായിട്ട് എന്ത് ചെയ്യും, മസ്റ്റായിട്ടും ഈ ഒരു ചാറ്റ് ജിപിടി യൂസ് ചെയ്തിട്ട് ഈ ഒരു ടാസ്ക് ചെയ്ത് നോക്കും. സോ നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. അതുവരേക്കും ബൈ.